ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെന്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീഷോയിൽ നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ ഓപ്പൺ ചെയ്യാനാണ്. നമുക്കിതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. കുറച്ച് സാധനങ്ങളുണ്ട്, അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നേരത്തെ, പക്ഷേ യൂസ് ചെയ്തില്ല. അപ്പോൾ ഒരുമിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. അപ്പം നമുക്കിത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഒരു ടേബിളിന് ഒരു കവർ വേണം എന്ന് വിചാരിച്ചിട്ട്, ഒരു ടേബിൾ ടോപ്പായിട്ട് ഒരു കവർ ഇടാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതാണ് കേട്ടോ സംഭവം. നമ്മുടെ ഈ ഒരു ടീപ്പോന്റെയും ഡൈനിങ് ടേബിളിന്റെ ഒക്കെ മേളിലായിട്ടൊക്കെ ഇടാൻ പറ്റിയ ഒരു നല്ലൊരു സാധനമാണ്. അപ്പൊ നമുക്കിത് ഏറ്റവും അവസാനം ഞാനിത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അടുത്ത ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ ഓർഡർ ചെയ്ത സാധനം എന്താണെന്ന് അറിയാം, പക്ഷെ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൽ നമുക്ക് ട്രാൻസ്പെറന്റ് ആയത് കാരണം എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ഒരു സോഫയ്ക്ക് വേണ്ടിയിട്ട് ഒരു കവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. എങ്ങനത്തതാണ് വന്നേക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ബാഗിലൊക്കെ ആയിട്ടാണ്, സിപ്പറായിട്ടുള്ള ഒരു ബാഗിലാണ് നമുക്കിത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ പാക്കേജിങ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇതാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. നല്ലൊരു സോഫ കവറാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതും ഞാൻ ഇതിലിട്ട് കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും അവസാനം ഇതെല്ലാം ഇട്ടിട്ട് കാണിച്ചു തരാം. കൂടാതെ നമുക്ക് ഇതിന്റെ ബാക്കില് സോഫയിൽ തന്നെ കുഷ്യൻസ് ഉണ്ട്. അപ്പൊ ഈ റൂമിലും ഉണ്ട് ഒരു സോഫയുടെ കുഷ്യന്, അപ്പുറത്തെ റൂമിലും ഉണ്ട്. മൊത്തം എനിക്ക് 10 കുഷ്യൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ 5 എണ്ണത്തിന്റെ 2 എണ്ണമാണ് ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഒരുമിച്ചാണ് ഇത് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ സംഭവം. നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. 5 എണ്ണത്തിന്റെ ഒരു പാക്കറ്റ്, 5 എണ്ണത്തിന്റെ മറ്റൊരു പാക്കറ്റ്. ഇത് നമുക്ക് ഈ കുഷ്യനിൽ ഇട്ട് കാണിച്ചു തരാം. ലാസ്റ്റ് ഞാൻ എല്ലാം ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഒരുമിച്ചിട്ടേക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഭംഗി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങും മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തത് ഈ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇതെന്താണെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ഞാനൊരു ചെറിയൊരു സ്റ്റൂളില്ലേ, നമുക്ക് ഈ ഫ്ലവർ വെക്കാം, എന്തെങ്കിലും എയർ കൂളർ ഉണ്ട് ഇവിടെ, അത് വേണമെങ്കിൽ ഹൈറ്റിൽ വെക്കണമെങ്കിൽ അത് വെക്കാം. അങ്ങനെ ഒരു സ്റ്റൂള് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതാണോ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പൊ അതാണേ. ഇങ്ങനെ ഒരു വൈറ്റ് ഇതായിട്ട് ഇതിന് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തെടുക്കും. ഞാൻ ഫിക്സ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ, വെറുതെ വീഡിയോ വലിച്ചു നീട്ടണ്ടല്ലോ. നെക്സ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്യാം കേട്ടോ. മീഷോയിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. നമ്മ അത് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് നമ്മൾ ചപ്പേ സാധനങ്ങൾ മേടിച്ചു കളയും. കാശ് കയ്യിൽ ഉണ്ടായിട്ട് വേണം മീഷോ ഓപ്പൺ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പണി പാടും. ഇത് ഞാനൊന്ന് ഓർഗനൈസറാണ്. നമ്മുടെ ഈ ഷെൽഫുകളൊക്കെ ഭയങ്കര അലമ്പായിട്ട് കിടക്കും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കിടക്കും. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3-4 ബോക്സ് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3-4 ബോക്സ് മൂടിയോട് കൂടിയതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ വളരെ വില കുറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഒരു സാധനം നോക്കി നമുക്ക് നടക്കുകയും വേണ്ട. അങ്ങനെ മേടിച്ചതാണ് ഈ 3 എണ്ണം. നല്ല ഭംഗിയില്ല, എനിക്കിഷ്ടമായി. അപ്പോൾ നമ്മുടെ ഷെൽഫിൽ ഇതെല്ലാം ഓരോ സാധനങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നേക്കും. എനിക്കിതൊക്കെ ഭയങ്കര പ്രാന്തുള്ള സംഭവമാണ്. ഇങ്ങ് മാറ്റി വെച്ചിട്ട് അടുത്തത് ഇതെന്താണെന്ന് നോക്കട്ടെ. എനിക്കിത് എന്താ സംഭവം എന്നറിയില്ല. ഒരു ഫ്ലവർ വേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണോ എന്നറിയില്ല. ഒരു കുഞ്ഞു ഫ്ലവർ വേസേ, നല്ല ക്യൂട്ടാണ്.
ടീപ്പോൻ്റെ ഒക്കെ മേളിൽ എന്തെങ്കിലും ഒരു ബാമ്പൂൻ്റെ ഒരു ട്രീയോ ഒരു ചെറിയൊരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇത് ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. കിച്ചണിലേക്ക് ആവശ്യത്തിനാണ്, ഫ്രിഡ്ജിൽ വെക്കാനായിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ഈ ഉള്ളിയോ പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി പെട്ടെന്ന് രാവിലത്തെ വെപ്രാളത്തിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഉള്ളി സവാളയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തൊക്കെ വെക്കണമെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഒരാവശ്യത്തിന് മേടിച്ചാണ്. നിങ്ങളിതെല്ലാം കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ മേടിച്ചത് ഒന്ന് കാണിച്ചേക്കുവാണ്. ഇനി ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് സെറ്റ് ആക്കിയിട്ട് വരാം. സോഫ കവർ എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന് മുന്നേ ഇട്ടേച്ചത് ഇത്തിരി ഡാർക്ക് ആയത് കാരണം റൂമിലൊരു വെട്ടക്കുറവ് പോലെയായിരുന്നു. ഇതിട്ടപ്പോൾ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നല്ലൊരു പ്ലസൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറയാം. പിന്നെ കുഷ്യൻ ആണെങ്കിലും അടിപൊളിയാട്ടോ. കുഷ്യൻ്റെ കവറ് കുറച്ച് വലുതാണ്. നമ്മുടെ കുഷ്യനൊക്കെ ഇച്ചിരി വലുതാണെങ്കിലും ഈ കവറ് സൂപ്പറാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കുറച്ച് കൺജസ്റ്റഡ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം കവർ ഇടാനായിട്ട്. ഇതങ്ങനെയല്ല, നല്ല കംഫർട്ടബിളായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മീതെ തന്നെയാണ് ഇട്ട് കാണിക്കുന്നത് കേട്ടോ. കാരണം ഇതിപ്പോൾ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഞാനിത് മാറ്റും. ക്രിസ്മസോട് ആ ഒരു അടുത്ത് വരുമ്പോഴാണ് ഞാൻ ഇത് ഇടത്തുള്ളൂ. നല്ല ദിവസങ്ങളിലേക്ക് വേണ്ടി നമ്മൾ നല്ല സാധനങ്ങൾ മാറ്റി വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. നിങ്ങളെങ്ങനെയാണോ എന്നറിയില്ല. സ്റ്റൂളിൻ്റെ കാല് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ അത് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇതിൻ്റെ മുകളിലൊരു എയർ കൂളറാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ മേടിച്ച സാധനങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എനിക്കത് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ക്വാളിറ്റി എനിക്കത് കിട്ടി. ഒന്നും തന്നെ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. പല സാധനങ്ങളും ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. കുറേ സ്റ്റാൻഡൊക്കെ മേടിച്ചതൊക്കെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാനത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.